Hi friends, welcome to the audio class of Kerala PSC Online Guruji YouTube channel. This is Rohit and today we are discussing about Constitution. In the previous classes we have completed till Article 35 included in part 1 and 2 and 3. And today we are discussing the fourth part of Indian Constitution, Directive Principles of State Policy, Article 36 to 51. നമ്മുടെ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ഭരണഘടനയുടെ 1, 2, 3 പാർട്ടുകളിലായി 35 വരെയുള്ള ആർട്ടിക്കിളുകളാണ് തീർത്തത്. ഇന്ന് നമ്മൾ നോക്കുന്നത് 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകൾ ഉൾപ്പെടുന്ന ഭരണഘടനയുടെ 4ാം ഭാഗമാണ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ. So, begin with a little introduction. The directive principles of our state policy is generally known as the inner sense of our constitution. According to Dr. Ambedkar, it is like the instrument of instruction referred in the Government of India Act 1935. It is like an instrument of instruction which included in the Government of India Act 1935. So, directive principles are the inner sense of our constitution, and Dr. Ambedkar, in his opinion, it is like the instrument of instruction which is included in the Government of India Act 1935. The directive principles are included in the article to attain or establish the concept of welfare state. The concept of directive principles of state policy is related to, or its ultimate aim is to achieve a welfare state. The directive principles of the state policy, we borrowed it from the Irish Constitution, and the Irish Constitution borrowed it from the Spanish Constitution. Irish Constitution created the directive principles in 1937. We borrowed it from Irish Constitution, and they borrowed that from Spanish Constitution. The directive principles are non-justiciable. That is the main point in the area. The directive principles are non-justiciable. That means they are not legally enforceable by a court for violation. So, the government can compel the citizens in implementing them. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഭരണഘടനയുടെ 4ാമത്തെ ഭാഗത്ത് എത്തിയിരിക്കുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റിയിട്ടാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഇന്നർ സെൻസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കർ തന്നെ പറഞ്ഞിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ തന്നെയാണ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നർ സെൻസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അത് കൂടാതെ ഇത് ഏതുമായിട്ടാണ് ഇതിന് സാമ്യം? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന ഭാഗവുമായിട്ടാണ് അംബേദ്കർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ താരതമ്യം ചെയ്തിരിക്കുന്നത്. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളുടെ അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ അതിന്റെ ആധാരം എന്ന് പറയുന്നത് വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്ഷേമാധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യം എന്ന സങ്കല്പമാണ്. വെൽഫെയർ സ്റ്റേറ്റ്, അതാണ് നിർദ്ദേശക തത്വങ്ങളുടെ അടിസ്ഥാനം. ഇനി ഇന്ത്യൻ ഭരണഘടന മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. ഐറിഷ് ഭരണഘടന ഇത് കടമെടുത്തിരിക്കുന്നത് സ്പാനിഷ് ഭരണഘടനയിൽ നിന്നും. ഇപ്പോൾ അയർലൻഡുകാർ ഭരണഘടനയിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയത് 1937 1937 അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ അവർ ഉൾപ്പെടുത്തുന്നത് 1937. പക്ഷെ അവരത് കടമെടുത്തിരിക്കുന്നത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്പാനിഷ് ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ സ്പെയിനിൽ നിന്ന് അയർലൻഡിലെത്തി, അയർലൻഡിൽ നിന്ന് ഇന്ത്യയിലെത്തി. അതാണ് മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ചരിത്രം. ഇനി മാർഗനിർദ്ദേശ തത്വങ്ങളുടെ
പൊതു സ്വഭാവം എന്ന് പറയുന്നത് നോൺ ജസ്റ്റീഷ്യബിൾ, അതായത് കോടതിയിൽ നിയമപരമായിട്ട് ഒരു നടപടി നേരിട്ട് കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കാത്തവയാണ് നോൺ ജസ്റ്റീഷ്യബിൾ. അതാണ് അവയുടെ സ്വഭാവം. അതായത് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്തതിനോ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുന്നതിനോ നമ്മളെ നിർബന്ധിച്ച് കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിപ്പിച്ച് ചെയ്യിപ്പിക്കാൻ ഒക്കില്ല. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാം, അവരവരുടെ ഇഷ്ടമാണ്. കോടതിയിൽ നിന്നത് നമ്മളെ നിർബന്ധം ചെലുത്തി ഒന്നും ചെയ്യാനൊക്കില്ല. നമ്മുടെ ഭരണത്തിന്, നമ്മുടെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക്, ഗവൺമെന്റിന് നമ്മളെ അതിനെ നിർബന്ധിക്കാനൊക്കില്ല. അത് ചെയ്യണം, ഇത് ചെയ്യരുത് എന്ന് നമ്മളെ നിർബന്ധിക്കാൻ ഒക്കാത്ത ഭാഗമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അതാണ് അവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നോൺ ജസ്റ്റീഷ്യബിൾ, കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കാത്തത്. സോ the directive principles are classified via 3 principles: socialistic principles, Gandhian principles, and liberal and intellectual principles. Under socialistic principles, the main articles are Article 38, 38(2), 39A small letter a, 39A, 39D small letter d, 39F small letter f, 39A capital A, and 42. And before we are going to these articles, the first 2 articles 36 and 37 is just look into that articles also. Firstly, what is in Article 36? Article 36 is the definition of state. It says the state refers in the part 4 of our Indian Constitution means the country or the union. It is not like the state of Kerala, state of Bengal, state of UP, something like that. It means the state referred here means the union or the country. That is says in Article 36. That the Article 37 is like an exception to the general concept of directive principles. That is, the general concept of directive principles are non-justiciable. But Article 37 itself says that the principles in the principles refers in the directive principle section are fundamental in the governance of our country, and it shall be the duty of the state to apply these principles in making laws, and once it became laws, it is legally enforceable. That is says in Article 37. അപ്പോൾ ആർട്ടിക്കിൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളുകളെ നമ്മൾ പൊതുവിൽ 3 തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളുകൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിളുകൾ, ലിബറൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളുകൾ. സോഷ്യലിസ്റ്റിക് സമത്വപരമായ പ്രിൻസിപ്പിളുകൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിളുകൾ, ഇന്റലക്ച്വൽ ആൻഡ് ലിബറൽ പ്രിൻസിപ്പിളുകൾ, ബൗദ്ധികപരവും പുരോഗമനപരവുമായിട്ടുള്ള പ്രിൻസിപ്പിളുകൾ. ഇപ്പോൾ സോഷ്യലിസ്റ്റിക് അഥവാ സമത്വപരമായിട്ടുള്ള ആർട്ടിക്കിളുകളുടെ കീഴിൽ വരുന്നവയാണ് ആർട്ടിക്കിൾ 38, 38(2), 39A ചെറിയ സ്മാൾ എ, 39A, 39D സ്മാൾ ലെറ്റർ D, 39F സ്മാൾ ലെറ്റർ F. ഇത് 3 ബ്രാക്കറ്റിലാണ് എഴുതുന്നത്. 39A, 39D, 39F സ്മാൾ ലെറ്ററുമാണ്, അത് ബ്രാക്കറ്റിനകത്താണ് എഴുതുന്നത്. അത് സബ് ക്ലോസ് ഉപവിഭാഗം പോലെയാണ് എഴുതുന്നത്. അത് കൂടാതെ 39A, ഇവിടെ എ ക്യാപിറ്റൽ ലെറ്റർ ആണ്, ബ്രാക്കറ്റ് ഇല്ല. 39A ക്യാപിറ്റൽ ആണ്. പിന്നീട് 42. അപ്പൊ ഇത്രയാണ് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസിന് കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യത്തെ 2 ആർട്ടിക്കിളുകൾ നോക്കാം. ആർട്ടിക്കിൾ 36ഉം ആർട്ടിക്കിൾ 37ഉം എന്താണെന്ന് നോക്കാം. എന്താണ് ആർട്ടിക്കിൾ 36 പറയുന്നത്? ആർട്ടിക്കിൾ 36 സ്റ്റേറ്റ് എന്നതിനെ നിർവചിച്ചിരിക്കുന്നു. സ്റ്റേറ്റ്
ഈ പാർട്ടിൽ, നാലാമത്തെ പാർട്ടിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ യൂണിയൻ, നമ്മുടെ കൺട്രിയാണ് എന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിർവചിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 36. ആർട്ടിക്കിൾ 36 പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്റ്റേറ്റ് എന്ന് നിർവചിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെയാണ്. കേരള സംസ്ഥാനം, തമിഴ്നാട് സംസ്ഥാനം, കർണാടക സംസ്ഥാനം എന്ന് പറയുന്ന സംസ്ഥാനം എന്നുള്ള അർത്ഥമല്ല അതിന് കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യമാണെന്നാണ് ആർട്ടിക്കിൾ 36 പറയുന്നത്. ആർട്ടിക്കിൾ 37 എന്താണ്? ആർട്ടിക്കിൾ 37 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ജനറൽ പോളിസിയുടെ ഒരു എക്സെപ്ഷൻ പോലെയാണ് നമ്മൾ പഠിക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ജനറൽ നേച്ചർ എന്താണ്? നോൺ ഡെസ്റ്റീഷ്യബിൾ, കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടാൻ ഒക്കാത്തത് എന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ പൊതു തത്വം. പക്ഷെ ആർട്ടിക്കിൾ 37 എന്താണ് പറയുന്നത്? ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഭരണത്തിന് അല്ലെങ്കിൽ ഗവേണൻസിന് അടിസ്ഥാനപരവും ആവശ്യവുമായ ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ കൺട്രി, സ്റ്റേറ്റ്, അവരുടെ ഡ്യൂട്ടിയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നിയമങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഒരിക്കലും ഇത് നിയമമായി കഴിഞ്ഞാൽ നമുക്കതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കും, ആ നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കാൻ സാധിക്കും എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 37. അപ്പം പൊതുവില് മാർഗനിർദ്ദേശ തത്വങ്ങൾക്ക് കോടതിയിൽ ശിക്ഷ വാങ്ങിച്ചു തരാനുള്ള കഴിവില്ലെങ്കിലും 37 പറയുന്നുണ്ട്, നിങ്ങളിത് നിയമമാക്കിയെടുത്ത് ഒരിക്കലും ഇത് നിയമമായാൽ, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിയമമായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 37. So now we can go to the socialistic section, the socialistic principle wise article. The first one is article 38. Article 38 says to promote the welfare of the people by securing a social order permeated by justice, that is social, economical and political, and to minimize inequalities in income, status, facilities and opportunities. Article 39. Next one. Article 39A. Article 39A. It is the right to adequate means of livelihood for all citizens. 39A. The right to adequate means of livelihood for all citizens. 39D. It is for, one of the important one is 39D. Equal pay for equal work for men and women. Equal pay for equal work for men and women. Next one is 39F. 39F says the opportunities for healthy development of children by availing conditions of freedom and dignity for the protection of the childhood and youth. That is in 39F. The next important one is 39A. 39A denotes that to promote equal justice and to provide free legal aid to the poor. To promote equal justice and to provide free legal aid to the poor. For that purpose, the government instituted two institutions, NALSA and KELSA. NALSA and KELSA. NALSA NALSA and KELSA KELSA. NALSA stands for National Legal Service Authority for the Nationwide Territory Concept, and KELSA, Kerala State Legal Service Authority for the Statewide Territorial Concept. Next one is Article 42. Article 42 is to make provisions for just and humane conditions for work and maternity relief. To make provisions for
just and humane conditions for work and maternity reliefs. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫണ്ടമെന്റൽ റൈറ്റിലെ 4ാമത്തെ പാർട്ടായ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ നമ്മൾ എത്ര രീതിയിൽ തരംതിരിക്കാം? സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിള്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ലിബറൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. അതിൽ ആദ്യത്തെ സോഷ്യലിസ്റ്റിക് അല്ലെങ്കിൽ സമത്വപരമായിട്ടുള്ള പ്രിൻസിപ്പിളുകളുടെ കീഴിൽ വരുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് ആർട്ടിക്കിൾ 38 പൊതുവിൽ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷേമത്തെ പറ്റിയാണ്. പീപ്പിളുകൾക്ക്, ഇവിടുത്തെ ആളുകൾക്ക് സോഷ്യലായിട്ട്, സാമൂഹ്യപരമായിട്ട്, എക്കണോമിക്കല്, സാമ്പത്തികപരമായിട്ട്, പൊളിറ്റിക്കലായിട്ട്, രാഷ്ട്രീയപരമായിട്ട് ഉള്ള നീതി അഥവാ ജസ്റ്റിസ് നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് 38 പറയുന്നത്. അത് നേടിയെടുക്കാൻ രാജ്യം എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 38. പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്. ഇനി 38(2) എന്താണ് പറയുന്നത്? അത് ഈ രാജ്യത്തോട് നിർദ്ദേശിക്കുന്നത് എന്തിനാണ്? മിനിമൈസ് ഇനിക്വാലിറ്റി ഇൻ ഇൻകം, എല്ലാവരുടെയും വരുമാനത്തിലുള്ള അന്തരം കുറച്ചുകൊണ്ടുവരിക. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവരുടെയും സ്ഥിതി, സമത്വം, ജീവിത സാഹചര്യം മുതലായവയിലെ അസമത്വം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സ്റ്റാറ്റസ്, ലിവ്ലിഹുഡ്, അങ്ങനെ മുതലായ കാര്യങ്ങളിൽ എല്ലാവർക്കുമുള്ള ഇനിക്വാളിറ്റീസ് അഥവാ അവസര സമത്വം കുറച്ചുകൊണ്ട് വരണമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 38(2) പറയുന്നത്. 38 പ്രൊമോട്ട് വെൽഫെയർ ആൻഡ് ദ പീപ്പിൾ ബൈ സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമം ഉറപ്പുവരുത്തണം. എങ്ങനെയാണ്? ആൾക്കാർക്ക് സോഷ്യല്, സാമൂഹ്യപരവും, എക്കണോമിക്കല്, സാമ്പത്തികപരവും, പൊളിറ്റിക്കല്, രാഷ്ട്രീയപരവുമായിട്ടുള്ള നീതി നേടിക്കൊടുക്കുക വഴി. ഇനി 38(2) എന്താണ് പറയുന്നത്? ആൾക്കാർക്കിടയിലെ സാമ്പത്തികമായി അവരുടെ വരുമാനത്തിലെ അസമത്വം കുറച്ച് പൊതുവിലുള്ള അവരുടെ സ്ഥിതിയിൽ അവരെ ജീവിച്ചു വരുന്ന പരിതസ്ഥിതിയുടെ അസമത്വം കുറയ്ക്കുക. അതാണ് 38(2) പറയുന്നത്. ഇനി 39(a) സ്മാൾ ലെറ്റർ എ ആണ് ബ്രാക്കറ്റിൽ എഴുതുക. 39ന്റെ ഉപവിഭാഗത്തിൽ വരുന്നതാണ് 39(a). സ്മാൾ ലെറ്റർ എ ബ്രാക്കറ്റില് 39(a). 39(a) എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പൗരന്മാർക്ക് അതാത് ദിവസത്തെ മതിയായ ഉപജീവന മാർഗം ലഭ്യമാക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുന്നതാണ് 39(a). അത് അയാളുടെ അവകാശവുമാണ്, രാജ്യത്തിന്റെ കടമയുമാണെന്ന് പറയുന്നതാണ് 39(a). ഇവിടുത്തെ ഓരോ പൗരനും അതാത് ദിവസത്തെ ഉപജീവന മാർഗത്തിനുള്ള വക കണ്ടെത്താൻ രാജ്യം ബാധ്യസ്ഥരാണ് എന്ന് പറയുന്നതാണ് 39(a). ഇനി 39(d), അതും ചെറിയ അക്ഷരമാണ്, ഡി, സ്മാൾ ലെറ്റർ ഡി. 39(d) വളരെ പ്രധാനപ്പെട്ടതാണ്, കുറേ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 39(d) തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പാക്കുന്ന ആർട്ടിക്കിളാണ് 39(d), സ്മാൾ ലെറ്റർ ഡി. 39ന്റെ ഉപവിഭാഗത്തിൽ പെടുന്നതാണ് 39(d). 39(f) അടുത്തത്. അത് ഈ രാജ്യത്തെ കുട്ടികൾക്ക്, ശിശുക്കൾക്ക് ആരോഗ്യപരമായിട്ടുള്ള അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് സ്വതന്ത്രവും മാന്യവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ശൈശവവും യുവത്വവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇവിടുത്തെ 39(f) എന്താണ് പറയുന്നത്? ഇവിടുത്തെ ശിശുക്കള് അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികള് അവർക്ക് ആരോഗ്യപരമായ ഒരു പരിതസ്ഥിതി, വളർന്നു വരുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യപരമായിട്ടുള്ള ഒരു പരിതസ്ഥിതി ഒരുക്കി കൊടുക്കുക. എങ്ങനെ? സ്വാതന്ത്ര്യപരവും മാന്യവുമായിട്ടുള്ള ഒരു പരിതസ്ഥിതി ഒരുക്കി കൊടുക്കുക. അങ്ങനെ ഒരുക്കി കൊടുക്കുന്നതിൽ കൂടി എന്താണ് ലഭിക്കുന്നത്? അവരുടെ ചൈൽഡ്ഹുഡ്, ശൈശവവും യൗവനവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 39(f) പറയുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് 39(a). പക്ഷെ ഇത്തവണ എ ക്യാപിറ്റൽ എ ആണ്. 39ന്റെ ഉപവിഭാഗമല്ല, അടുത്ത ഒരു ആർട്ടിക്കിൾ തന്നെയാണ് 39(a), ക്യാപിറ്റൽ എ. 39(a). 39(a) പറയുന്നത് ഈ രാജ്യത്തെ പൗരന്മാർക്കെല്ലാം തുല്യമായ നീതിയും സൗജന്യ നിയമസഹായവും ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യമായ നീതിയും സൗജന്യ നിയമസഹായവും ഉറപ്പാക്കുക.
ഈക്വൽ ജസ്റ്റിസ്, ഫ്രീ ലീഗൽ എയ്ഡ്. ഈക്വൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ തുല്യനീതി, ഫ്രീ ലീഗൽ എയ്ഡ് സൗജന്യ നിയമസഹായം. അപ്പൊ 39A ക്യാപിറ്റൽ എന്താണ് പറയുന്നത്? എല്ലാവർക്കും തുല്യ നീതി ഉറപ്പാക്കുക, സൗജന്യ നിയമസഹായം. സൗജന്യ നിയമസഹായം, അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുക. ഈ ആവശ്യത്തിലേക്കായി ഗവൺമെന്റ് 2 സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് നൽസ, മറ്റൊന്ന് കെൽസ. നൽസ, NALSA, നൽസ രാജ്യവ്യാപകമായിട്ട് മൊത്തത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് നൽസ, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി, നൽസ. ഇനി അതാത് സംസ്ഥാനങ്ങൾക്കുണ്ട്. കേരളത്തിനുള്ളത് ഏതാണ്? കെൽസ, കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി, കെൽസ. കേരളത്തിലെ കാര്യം നോക്കാൻ കെൽസ, രാജ്യം മൊത്തത്തിലുള്ള കാര്യം നോക്കാനായിട്ട് നൽസ. അങ്ങനെ 2 സ്ഥാപനങ്ങളാണ് 39A പ്രകാരം ഉള്ളത്. 39A എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എല്ലാവർക്കും തുല്യ നീതി ഉറപ്പാക്കണം, സൗജന്യ നിയമസഹായവും ഉറപ്പാക്കണം. ഇനി 42 തൊഴിലിന്റെയും മാതൃ ശിശു ഗർഭ ശുശ്രൂഷകളുടെയും സ്ഥിതി മനുഷ്യോചിതവും നീതിപരവുമാണെന്ന് ഉറപ്പുവരുത്തുക. തൊഴിലിടങ്ങളിൽ ആ തൊഴിൽ ചെയ്യുന്ന രീതി, അവിടെ ഗർഭിണികളുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ, അവരുടെ ആ ശിശുവിനെ ബാധിക്കാത്ത രീതിയിൽ മനുഷ്യത്വപരവും നീതിപരവുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആ തൊഴിലിടങ്ങളിൽ നടക്കുന്നുള്ളൂ എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് 42 പറയുന്നത്. അപ്പോൾ അത്രയാണ് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിന് കീഴിൽ വരുന്ന കാര്യങ്ങൾ. ഏതൊക്കെയായിരുന്നു? ഒന്ന് 38 എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള നീതി ഉറപ്പാക്കുക. 38(2) എന്താണ് പറയുന്നത്? എല്ലാവരുടെയും വരുമാനത്തിലെ അസമത്വം കുറച്ചു കൊണ്ടുവന്നിട്ട് അവരുടെ സ്ഥിതി, സമൂഹത്തിലെ സ്ഥിതിയിൽ അവർക്കിടയിലുണ്ട അസമത്വം കുറയ്ക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതാണ് 38(2). ഇനി 39A സ്മാൾ ലെറ്റർ എ, 39 സ്മാൾ ലെറ്റർ എ ഇതാണ് പറയുന്നത്? ഒരാളുടെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും അതാത് ദിവസത്തെ ഉപജീവന മാർഗം, അവരുടെ ഉപജീവന മാർഗത്തിനുള്ള കാര്യം ഉറപ്പാക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് 39A. ഇനി 39D എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് പറയുന്നതാണ് 39D. 39D സ്മാൾ ലെറ്റർ D. ഇനി 39F എന്താണ് പറയുന്നത്? ഈ രാജ്യത്തെ കുട്ടികൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് അവരുടെ ശൈശവവും അവരുടെ യുവത്വവും സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി 39A ക്യാപിറ്റലെ മറ്റൊരു ആർട്ടിക്കിളാണ്. 39ന്റെ ഉപവിഭാഗം അല്ല 39A. അതിന്റെ ഉദ്ദേശം എന്താണ്? എല്ലാവർക്കും തുല്യ നീതി ഉറപ്പാക്കുക, സൗജന്യ നിയമസഹായം നൽകുക. സൗജന്യ നിയമസഹായം എന്നുള്ള ആവശ്യത്തിലേക്കായിട്ട് ഏതൊക്കെ സംഘടനകളാണ് വെച്ചിരിക്കുന്നത്? നൽസ, കെൽസ. നൽസ എന്താണ്? നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി, കെൽസ കേരള ലീഗൽ സർവീസ് അതോറിറ്റി. ഇനി 42 അവസാനത്തെ, ഈ സെക്ഷനിൽ ഏറ്റവും അവസാനത്തെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 42. എന്താണ് പറയുന്നത്? തൊഴിലിടങ്ങളിൽ തൊഴിലിന്റെയും മാതൃ ശിശു ഗർഭ സംരക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ ഗർഭ ശുശ്രൂഷകൾക്ക് ആവശ്യമായ സ്ഥിതി അത് മനുഷ്യോചിതവും നീതിയുക്തവുമാണെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ അത്രയാണ് ആർട്ടിക്കിളുകളിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസിന് കീഴിൽ വരുന്ന കാര്യങ്ങൾ. The other article included in the Gandhian principle and liberal and intellectual principle will discuss in our next session. Thank you.